ഫ്രണ്ട്സ്, പുതിയൊരു പ്രൊജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാംസ്റ്ററിൻ്റെ പോലെ ഒരു പ്രൊജക്റ്റാണിത്. അപ്പോൾ തന്നിട്ടുള്ള ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ വരുന്ന പോലെ തന്നെ സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. നമ്മളിത് സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ലോഞ്ച് ബോട്ട് എന്നുള്ള ആദ്യം അവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, ജോയിൻ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അത് ആയിട്ടുണ്ട്. എക്സ്ട്രാ പോയിൻ്റ് ഡാഷ്ബോർഡ് അതൊക്കെ പിന്നെ നോക്കാം. അപ്പോൾ ലോഞ്ച് ബോട്ട് കൊടുക്കുക, എന്നിട്ട് ഓപ്പൺ ആക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇത് കണക്ട് ടു OKX വാലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ APK ഫയൽ ഞാൻ തരുന്നുണ്ട്. അത് ഇന്ത്യയിൽ ആക്സെപ്റ്റബിൾ അല്ല OKXൻ്റെ. അപ്പോൾ അതിൻ്റെ PDF ഫയൽ ഞാൻ തരുന്നുണ്ട്. ഇതാണ് അവരുടെ ഒരു പിക്സലിൻ്റെ ഒരു ഇൻ്റർഫേസ് ഫസ്റ്റ് വരുന്നത്. ഇതൊക്കെ അവരുടെ ഒരു NFT പിക്ചറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു പോയിൻ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളത് ക്ലെയിം ചെയ്യാം. ഓക്കെ കൊടുത്താൽ നമുക്ക് ഓൾറെഡി ക്ലെയിമായി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങളുടെ ബാലൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൽ കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഫൈറ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ നമുക്ക് പോയിൻ്റ് ആവുന്നേ ഉള്ളൂ. പോയിൻ്റ് ആയാലും നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാം. അപ്പോൾ പോയിൻ്റ് നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ വേറൊരു മെത്തേഡാണ് ഇവിടെ റിവാർഡ്. ഓക്കെ, റിവാർഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഹാംസ്റ്ററിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഡെയിലി റിവാർഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഹാംസ്റ്ററിൽ കോംബോ വരുന്നില്ലേ, അതേപോലെ ഡെയിലി കോംബോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് രണ്ടും ചെയ്ത് നോക്കാം. ഡെയിലി റിവാർഡ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്ലെയിം ചെയ്യാം. ഓക്കെ, ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 8.5 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം. ഇത് ഇപ്പോൾ ഞാൻ രാത്രിയല്ല ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഡെയിലി കോംബോ ഇതാണ് വരുന്നത്. ഹാംസ്റ്ററിൻ്റെ പോലെ ഇത് പോയിൻ്റ് അങ്ങോട്ട് കൊടുക്കൊന്നും വേണ്ട, പക്ഷേ നമ്മൾ തരുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അതിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനത് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ഹാംസ്റ്ററിൻ്റെ തരുന്നത് പോലെ തന്നെയുള്ള കോംബോൻ്റെ പിക്ചർ ഞാൻ തരാം. അപ്പോൾ നിങ്ങൾ ഈ താഴത്ത് കാണുന്ന ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് മേളിലെ ഈ ഒരു 4 കോളങ്ങളിലോട്ട് അതെന്ത് ചെയ്താൽ മതി, സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. അതിൻ്റെ അത് ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു ഇന്നത്തെ കോംബോയിൽ വരുന്ന ഒരു സിമ്പിളാണ് ഇത്, NFT-നത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യാണ്, ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ഒന്ന് ഇത്. അപ്പോൾ അത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ വരുന്നതാണ് ഈ ഒരു NFT. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ഈ ഒരു NFT. ഓക്കെ, ഇപ്പോൾ നമ്മൾ താഴത്ത് കാണുന്ന ചെക്ക് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ വരുന്നത് നോക്കാം. കണ്ടോ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇത്രയും നമുക്കിത് കറക്റ്റ് ആവുകൊണ്ട് നമുക്ക് ഇത്രയും പോയിൻ്റ് നമുക്ക് ഒരുമിച്ച് ക്ലെയിം ചെയ്യാൻ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളത് ക്ലെയിം കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഇന്നത്തെ അതും കഴിഞ്ഞു. പിന്നെ ഇതിൽ വരുന്നത് USDTയുടെ കൂടുതൽ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെയാണ് വരിക. ഇൻവൈറ്റ് ഫ്രണ്ട് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ചെയ്യുക. അതേപോലെ തന്നെ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 2000 പോയിൻ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ റെഫറൽ ലിങ്കൊക്കെ എടുത്തിട്ട് പരമാവധി ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇടയ്ക്ക് വന്നിട്ട് ക്ലെയിമിങ് കാണിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വന്നിട്ട് ക്ലെയിം ചെയ്യുക. ഓക്കെ, ക്ലെയിം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മേലെ നിങ്ങൾക്ക് പോയിൻ്റ് കൂടി വരുന്നത് കാണാം. ഓരോ പ്രൊജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കി എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഇവരുടെ ട്വിറ്റർ പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കതിൽ കാണാൻ പറ്റും അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരെ ഫോളോ ചെയ്യുന്നത് ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവാൻ പറ്റും. കാരണം
ഇതിൽ എടുത്താൽ തന്നെ ഗെയിമിയുടെ തന്നെ ഡാറ്റ ഡി ലാബ് ഗെയിമുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് താഴത്തോട്ട് വന്നാൽ ബ്ലം അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്ലമ്മിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ഇട്ടുതരാം. ഇതൊരു പ്രൊജക്റ്റാണ്, അപ്പോൾ അതുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ഷിബ് ഡോജ് കോയിന്. പിന്നെ താഴത്തോട്ട് വരുമ്പോൾ ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ബൈനാൻസ് സപ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ ബൈനാൻസ് ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ പിക്സൽ. അതുപോലെ തന്നെ ബൈബിറ്റ്. ഈ ബൈനാൻസ് ബൈബിറ്റ് എന്നുള്ളത് ഇന്ന് നല്ല ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളാണ്. അവരൊക്കെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു എക്സ്ചേഞ്ചിൽ നമുക്ക് ഈ ഒരു കോയിൻസ് ലിസ്റ്റിംഗ് വരും. അപ്പോൾ നല്ല പ്രൈസിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ കണക്ട് ചെയ്തതാണ് ടോൺ വാലറ്റ് എന്നുള്ളത് ഹാംസ്റ്ററിൽ. അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഇപ്പോൾ നാളെ ഞാൻ ഇട്ടുതരാം, കാരണം ഈ പിക്സലിൽ ട്രസ്റ്റ് വാലറ്റിൻ്റെ ചെയ്യാണ്ട്. ഓക്കെ, അതേപോലെ തന്നെ കൂക്കോയിന്, അതും ഒരു ബിനാൻസ് പോലൊരു എക്സ്ചേഞ്ചാണ്. നമ്മൾ കിട്ടുന്ന കോയിൻസൊക്കെ ഈ ഒരു എക്സ്ചേഞ്ചിക്ക് മാറ്റിയിട്ടാണ് നമ്മൾ USDT INR ആക്കൽ. അപ്പോൾ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റ് ആയോട്ട് നല്ലൊരു ഹൈപ്പ് വരും. അപ്പോൾ എല്ലാവരും പരമാവധി ഹാംസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ പരമാവധി കോയിൻസ് ഏൺ ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഹാംസ്റ്റർ കോമ്പാറ്റ് ഒന്ന് ഈ ലോഞ്ചിങ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കൂടുതൽ പ്രൊജക്റ്റുകൾ തരാത്തത്. കാരണം നിങ്ങൾക്കും ഇതെന്താണ് ഏതാണെന്നൊരു പിടുത്തം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നിങ്ങളെ കയ്യിൽ കാശായിട്ട് വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഒരു ആവേശം ഉണ്ടാവും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറവ്. നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റേ ഹാംസ്റ്റർ കോമ്പാറ്റ് കയറി വന്നതിൻ്റെ ശേഷം നമുക്ക് കൂടുതൽ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം. അപ്പോൾ എല്ലാവരും പരമാവധി ഈ ഒരു പോയിൻ്റ് എപ്പോഴും ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഒരു പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ വീണ്ടും വേറൊരു പ്രൊജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു അപ്ഡേഷനായിട്ട് കാണാം. ഓക്കെ.